അമ്മ പ്രപഞ്ച ശക്തിയാണ്, അമ്മ പുഴയാണ്, അമ്മ ഒരു കാറ്റാണ്, അമ്മ ഒരു സാന്ത്വനമാണ്. അത് നിങ്ങളുടെ അമ്മ. എന്റെ അമ്മ പെൻഷൻ കിട്ടിയ പൈസ കൊണ്ട് റേഷനറി വാങ്ങിച്ചിട്ട് ചേട്ടന്റെ വീട്ടിൽ പോയപ്പോ എന്നെ കളഞ്ഞിട്ട് എന്നോട് പണങ്ങിട്ട് രാവിലെ വഴക്കുണ്ടാക്കിയിട്ട് എന്റെ അമ്മ കമലാക്ഷി അമ്മ അതേലും അങ്ങനെ സ്വന്തം വീട്ടിൽ ഇളയ പിള്ളേർക്ക് ഒരു സ്ഥാനവും കാണത്തില്ല. കല്യാണം കഴിച്ച് കാത്തിരുന്നുണ്ടാകുന്ന മൂത്ത കുഞ്ഞിനെ മാത്രം ഇവര് ലാളിക്കും. ഇളയ കുഞ്ഞിന്റെ ആവശ്യമുണ്ടോ ചോദിക്കും, പറയും ഞങ്ങൾ ചിന്തിക്കുന്നേ ഉള്ളെന്ന്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇടയ്ക്ക് കയറി വരുന്ന എന്നെ പോലുള്ള അമ്മമാര് മൂത്ത അമ്മമാരെ കീറിയ ഡ്രസ് ഇടാൻ വേണ്ടി ജനിച്ചോമാരാ ഞങ്ങൾ. എനിക്കാരുമില്ലേ, എനിക്കാരുമില്ലേ, എനിക്കാരുമില്ലേ. നിനക്ക് ഞാനുണ്ട് എങ്കിൽ നിനക്ക് ഞാനുണ്ട്. നീ ഇവിടെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് വെള്ളിയാഴ്ച അല്ലേ നീ പുറത്തിറങ്ങി കാണുമെന്ന് വിചാരിച്ചു. വെള്ളിയാഴ്ച പുറത്തിറങ്ങാൻ ഞാൻ യക്ഷിയോ? അതാണോ പറഞ്ഞേ? ചേട്ടാ സാധാരണ നമ്മൾ ഇറങ്ങുന്നാണല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. നീ പണിക്കൊന്നും പോകുന്നില്ലയോ? നീ എന്നെ പണിക്ക് വിടാതെ നീ പണിക്ക് പോകുന്നുണ്ട്, അത് പറയടാ ആദ്യം. അക്കരമല JCBക്ക് മണ്ണിടിക്കുന്നുണ്ട്. നീയാണോ JCB ഓപ്പറേറ്റർ? അതല്ല, അത് ജനിക്കുന്നതാണ്. ഞാൻ അവിടെ പോയി നിൽക്കും. JCB മണ്ണ് ഇങ്ങനെ കുടഞ്ഞെടുത്ത് കാണാൻ ഭയങ്കര രസമാടാ. അത് ശരിയാ, നീ വല്ലവരും കുടയുന്ന കണ്ടോണ്ടിരിക്കത്തേ ഉള്ളൂ. പിന്നെ മുഖത്തൊരു വിഷമം. ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി പണമുണ്ട്, ഇത് എവിടെ കൊണ്ട് കളയെന്ന് ഓർത്ത് ഞാൻ വിഷമിച്ചിരിക്കുവാ. കഴിഞ്ഞ ആഴ്ചയെ ഗോപാലൻ ചേട്ടന്റെ ചായക്കടയിൽ നിന്ന് കാലിച്ചായ കുടിച്ചിട്ട് അതിന്റെ പൈസ കൊടുക്കാതെ ആ ഗ്ലാസും മടി വെച്ചോണ്ട് ഓടി വന്നോടില്ലടാ നീ. 25 രൂപ അവിടെ കൊണ്ട് പൈസയുടെ കന വെച്ചിരുന്ന് കുറയട്ടെ. നീ പിന്നെ വലിയ പൈസ വളർത്തിയില്ലേ? ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ നല്ല രീതിയിൽ തന്നെ നോക്കി. ഞങ്ങൾ 8 മക്കളെ നല്ല രീതിയിൽ തന്നെ ഞങ്ങളുടെ അച്ഛൻ നോക്കിയത്. ഞാനിത് പലപ്പോഴും നിന്നോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു, ഈ 8 മക്കളേക്ക് നിങ്ങളുടെ അച്ഛനെ എങ്ങനെ വളർത്തിയടാ നീ? അന്നത്തെ കാലത്ത് ഞങ്ങളുടെ അച്ഛന്റെ ഈ പണം ഉണ്ടായിരുന്നല്ലോ. എടാ പണം ഉണ്ടെന്ന് പറഞ്ഞാൽ 8 മക്കളെന്ന് പറഞ്ഞാൽ നാണം കേട്ടില്ല. നിനക്ക് തടസ്സം നിൽക്കത്തില്ലായിരുന്നു? എടാ ഞാൻ എങ്ങനെ തടസ്സം നിൽക്കുമെന്ന്? അതെന്താടാ? ഞാനല്ലേ അവസാനം ഉണ്ടായത്. അപ്പൊ ഈ പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. എടാ അത് ഞങ്ങളുടെ അച്ഛന് സർക്കാർ പ്രോത്സാഹനം കൊടുത്തല്ലേ. അതെന്ത്? ഒരു പ്രസവത്തിൽ 6000 രൂപ കൊടുക്കും. അച്ഛനൊരു പ്രോത്സാഹനമായി ചറ പറ. ലാസ്റ്റിൽ 8ാമത്തെ ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോഴേ സർക്കാർ അച്ഛന് നോട്ടീസ് അയച്ചു, ഗോപാല നിർത്തിക്കോ, ഖജനാവ് കാലിയാവാൻ തുടങ്ങി, ഇനി നമ്മള് ലോകബാങ്കിൽ നിന്ന് കടമെടുക്കേണ്ടി വരുമെന്ന്. അങ്ങനാ നിർത്തിയത്. അമ്മ എന്തിയടാ? അമ്മയുടെ കാര്യം മിണ്ടിപ്പോയല്ലോ. എന്താ എന്റെ വീടാണോ ഇത്? അവര് പറയാ എന്റെ വീടല്ലത്, ഇവിടെ ഇറങ്ങിക്കോളാന്ന് പറഞ്ഞിട്ട് എന്നോട് പണങ്ങി രാവിലെ വഴക്കുണ്ടാക്കി ചേട്ടന്റെ വീട്ടിൽ പോയേക്കാ പൊറുക്കാൻ. അല്ല ഈ അമ്മയ്ക്ക് എന്തുവാ നിന്നോട് സത്യത്തിൽ എന്താ വിഷയം? അമ്മയുമായിട്ട് എന്തുവാ? അമ്മ പറയാം ഞാൻ അമ്മയ്ക്ക് ചെലവിന് കൊടുക്കുന്നില്ലെന്ന് പോലും. എടാ അത് മോശമാടാ, നീ പണിക്ക് പോയി അമ്മയ്ക്ക് ചെലവിന് കൊടുക്കണ്ടേടാ. എടാ ഞാൻ പണിക്ക് പോവുക ചെയ്യും, നിനക്ക് അറിയാമല്ലോ. 600 രൂപ ഡെയിലി നീ ശമ്പളം ഉള്ളൂ. രാവിലെ ഒരു കാപ്പ് കുടിക്കും 200 അങ്ങനെ പോകും. ഉച്ചയ്ക്ക് ഒരു ചോറ് കൊണ്ടും 300 അങ്ങനെ പോകും. വൈകിട്ടൊരു കാപ്പ് കുടിക്കും 100 അങ്ങനെ പോകും. അങ്ങനെ 600 മൊത്തത്തിൽ അങ്ങനെ പോകും. മൊത്തം പോകും. പിന്നെ അമ്മയ്ക്ക് ഞാൻ എന്താ വെച്ച് കൊണ്ട് കൊടുക്കും? തെറ്റാത്തറ ഞാൻ ചെയ്തത്? അല്ലല്ല, നീ ചെയ്തതല്ല തെറ്റ്. അച്ഛൻ കളഞ്ഞിട്ട് പോയപ്പം പറക്കമുറ്റാത്ത 2 പോത്തുകളെ വളർത്തി ഈ നിലയിലാക്കിയ നിന്റെ അമ്മയാണ് തെറ്റ് ചെയ്തത്. കേട്ടോ, നിന്റെ അമ്മ നന്നാ തെറ്റ് ചെയ്തത്. ഞാൻ കല്യാണം കഴിക്കാൻ പോലും അമ്മ സമ്മതിക്കത്തില്ലടോ. ഒന്നും പേടിക്കണ്ടെന്ന്, നീ വിളിച്ചോണ്ട് പോവാ പെണ്ണിനെ. വിളിച്ചോണ്ട് ആഗ്രഹമുണ്ട്. പക്ഷെ ഇതിന്റെ പുറത്ത് ഒരു നിലയുടെ പണിഞ്ഞിട്ടേ ഞാൻ പെണ്ണ് അണ്ണൻ സമ്മതിക്കുമോ? അണ്ണൻ സമ്മതിക്കും. അണ്ണന് വിഷയമൊന്നുമില്ല. അണ്ണനല്ല, അതിന്റെ മണ്ട കൂട് വെച്ചിരിക്കുന്ന അണ്ണൻ സമ്മതിക്കുമോന്ന് നീ എന്റെ മണ്ടയ്ക്ക് പണിയാനെ കൊണ്ട്. നിങ്ങളുടെ വീടിനെക്കാട്ടി കിടക്കാൻ കൂടാണല്ലോ അണ്ണാൻ വെച്ചേക്കുന്നത്. പിന്നെ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ? എന്താടാ? ഞാനേ ഒരാഗ്രഹം കുറച്ച് നാളുകൊണ്ട് മനസ്സിൽ കൊണ്ട് കിടക്കുക. എന്താടാ സംഭവം? എടാ ഇതുപോലുള്ളൊരു വീട്ടിലേ എനിക്ക് ഒരു ദിവസം അന്തി ഉറങ്ങണം. എടാ അതിപ്പോ എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അമ്മ ഇട്ടിട്ട് പോയി, അമ്മ ഇനിയിപ്പോഴൊന്നും ഉടനെയൊന്നും വരുന്നില്ല, അമ്മ ഇട്ടിട്ട് പോയി നിനക്ക് വേണമെങ്കിൽ അന്തി ഉറങ്ങുവോ, നീ അവിടെ കിടന്ന് കുത്തി പറയാവോ, എന്താ വേണ്ട ചെയ്ത ഒരു കുഴപ്പമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴേ ഈ അന്തി ഉറങ്ങുമ്പോഴേ ഒരാളൂടെ കൂടെ ഉണ്ടെങ്കിലേ നല്ല രസമായിരിക്കും അല്ലേ? ചോറ് വെക്കാൻ അരിയില്ലെന്ന് പറഞ്ഞിട്ട് കലം കടിച്ചു പറിക്കുന്നവരാ. എടാ നീ അല്ലെന്ന് ഞാൻ നിന്നോട് തുറന്നങ്ങ് പറയാം. പറയുന്നത് തുറന്ന് പറ. ഞാൻ ഒരു പെണ്ണുമായിട്ട് ഭയങ്കര പ്രേമമായിരുന്നു. അവരുടെ വീട്ടിലറിഞ്ഞ് അവിടെ കല്യാണം നടത്തും. അതുകൊണ്ട് ഞാൻ അവളെ പെട്ടെന്ന് വിളിച്ചോണ്ട് വന്നു. എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ചെന്ന എന്റെ കാല് നിങ്ങളുടെ അച്ഛൻ തല്ലി ഒടിക്കും. നിന്റെ ഈ വീട്ടിൽ കിടന്നിട്ട് ഞാൻ രാവിലെ അവളെ കൊണ്ടങ്ങ് പൊക്കോളാം. പറ്റുമോ? പറ്റും. പറ്റിപ്പോയി പിറ്റപ്പോ ഒറ്റോട് പറ്റപ്പെട്ട ഡാറ്റ പറഞ്ഞ് മുറ്റത്തിറങ്ങുമ്പോൾ മുറ്റത്തിന്റെ അറ്റത്ത് ചിറ്റപ്പൻ ചൊറ്റപ്പല്ലിൽ പിടിച്ചു, ചിറ്റപ്പത്തെ കയറ്റി പിടിച്ചു, ഒറ്റപ്പാലം പറ്റി നാട്ടുള്ള ചിറ്റപ്പന്റെ ചറ്റക്കുള്ളിൽ പാറ്റാണോ ചിറ്റപ്പൻ തേറ്റാണോ മറ്റു ചോറ്റുപാത്രം ചുറ്റിനും വെച്ചു. എങ്ങനെ ഉണ്ട്? കാര്യമാണോ പറഞ്ഞത്? പിന്നെ എടാ ഞാനൊരു പെണ്ണുമായിട്ട് പ്രേമമായിരുന്നു. അവരുടെ വീട്ടിലറിഞ്ഞപ്പോ അവർക്ക് അവിടെ അച്ഛൻ കല്യാണ ആലോചന കൊണ്ട് തുടങ്ങി. ഞാൻ അവളെ അടിച്ചോണ്ട് വന്നു. ഈ വീട്ടിൽ ഒരു ദിവസം ഞങ്ങൾ നിന്നിട്ടേ രാവിലെ ഞങ്ങൾ പോക്കോളാം. ഞങ്ങൾ എവിടെയും പോയി രജിസ്റ്റർ മാരേജ് ചെയ്തോളാം. പ്ലീസ്. നീയാടാ ഭാഗ്യവാൻ. ഈ ദാരിദ്ര്യവാസിക്ക് ഒരു പെണ്ണിനെ വിളിച്ചിട്ട് ഇവിടെ കൊണ്ട് കയറാനുള്ള ഭാഗ്യമില്ല. എങ്കിലും വന്ന് ഇവിടെ താമസിക്കുക. ആ അമ്മയുടെ വീട് അടിച്ചൊക്കെ തകർക്കത്തില്ല. പെണ്ണ് എവിടാടാ? പെണ്ണ് തോണ്ടേ തലേ കൂടെ ഷാളിട്ട് നിൽക്കുന്നുണ്ടോ? ആ പെണ്ണാന്നോ? നമ്മൾ ഇത്ര നേരം സംസാരിച്ചപ്പോ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു വോയിസ് ഓവർ പോലും തരാത്ത ഇവിടെ എന്തിനാണ് വിളിച്ചോണ്ട് വന്നേക്കുന്നത്? നീ ഇവിടെ അവളെ വിളിക്കട്ടെ. വിളിക്കും. നീ വിളിക്കും. കേറി വാ മക്കളെ. ഓ എൻ പിള്ള സാർ. അതെ കേറി വാ മോളെ.
അല്ല എനിക്ക് കാണണ്ടേ? നിനക്ക് കാണാനല്ല, ഞാൻ എനിക്ക് കാണാൻ വിളിച്ചോണ്ട് വന്നു. മോളെ കത്തു, നമ്മുടെ വീടാ കേട്ടോ, നമ്മുടെ സ്വന്തം വീട് കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയാ, അടിപൊളിയാ. അങ്ങോട്ട് അല്ല റൂമൊക്കെ കാണിച്ചു കൊടുക്കണ്ടായോ? അയ്യോ എന്ന് പറഞ്ഞ 4 കെട്ടും അറയുന്ന വീടില്ലേ ചെന്ന് കാണിച്ചു കൊടുക്കാൻ കോണോട് കോണും. നിന്ന് തുമ്മിയാൽ 360 ഡിഗ്രി നിന്റെ വീടിനകം മൊത്തം കാണാം. പോയപ്പോ നമുക്ക് വീട് കാണിച്ചു. അത്ര ചെറിയ വീടാണ് എന്റെ വീട്. അല്ലല്ല, വലിയ വീടാ. 6 അടിയുടെ ഒരു പാ വാങ്ങിച്ചാൽ 2 അടി മുറിച്ചിട്ടാ ഇവ മുറിക്കാത്തിരുന്നേ. ഇല്ല 2 അടി വെളിയിൽ പോകും. നീ ഒന്നും പറയല്ലോ കേട്ടോ. എന്നാ ഒരു പെണ്ണ് വന്നപ്പോഴത്തേനും എന്നെ മറന്നങ്ങ് മറന്ന എന്തൊരു ഭയങ്കര ഭാഗ്യവാനാണ്. ഡ്രസ് മാറിയില്ലേ മോളെ? കുന്തിരിക്കുണ്ടോടാ? അന്നല്ല പോച്ചിട്ട് വീട്ടിലെ ആ ദുർഗന്ധമൊക്കെ കളയാൻ വേണ്ടി. അല്ലല്ല, ആ കുന്തിരിക്കം കത്തിച്ചിട്ട് അതിന്റെ പുകമറ നിന്നിട്ട് അവർക്ക് ഡ്രസ്സ് മാറാനാ. അയ്യോ പിന്നെ അവള് രാവിലെ വെളുപ്പം കാലത്ത് എഴുന്നേറ്റ് കിടക്കപ്പായെന്ന് എന്റെ കൂടെ വന്നതാ. ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഞാൻ എന്തോലും ഒരു ജ്യൂസോ എന്തോലും ഒന്ന് വാങ്ങിച്ചു കൊണ്ടുവരാം. ജ്യൂസ് വാങ്ങിക്കപ്പോ കട്ടപ്പോട്ടിക്കൂടെ നോക്കുവാന്നെ ഊതണേ, കണ്ണി കയറിക്കോളും പൊടി ഇവന്റെ. ഞാൻ അങ്ങനെയുള്ള ആളൊന്നുമല്ല. വൃത്തികെട്ടനെ ഞാൻ പെണ്ണുങ്ങളെ കാണാൻ കിടക്കുന്നു. വരുവപ്പോ ഞാൻ ഭയങ്കര ഭാഗ്യവനെന്തുവായാലും. എന്നൊക്കെ എങ്ങനെ ഈ ധൈര്യം വരുവാടാ പെണ്ണുങ്ങളെയൊക്കെ വിളിച്ചോണ്ട് വരാൻ വേണ്ടി? എന്തോ ധൈര്യമാടാ, എന്താ ധൈര്യമാ. നീ പോയി ജ്യൂസ് വാങ്ങിച്ചോണ്ട് വരാം. ഓ ഞാൻ നോക്കത്തൊന്നുമില്ല. പോ. അമ്മ വന്നേ. നീ പറയുന്നത് അല്ല അമ്മ വന്ന നാട്ടുകാരൊക്കെ അറിയണമെന്ന് പറഞ്ഞു. അമ്മ വന്നേ. പേരറിയത്തില്ല, ഒളിഞ്ഞിരിക്കണേ. സ്വന്തം അമ്മയുടെ പേര് നിനക്ക് അറിയത്തില്ലടാ? അല്ല അമ്മയുടെ പേരെന്തായിരുന്നു? കമലാക്ഷി. ഇനി ഇങ്ങനെ പറയുമ്പോ മാസ്ക് വെക്കണം. അല്ലേ എനിക്ക് പകരുവാ. ഇപ്പൊ സ്വന്തം അമ്മാവൻ അലർജിയാന്ന്. സ്വന്തം അമ്മ അലർജിയാന്ന്. എന്തോ എന്നോട് വഴക്കിട്ടിട്ട് മൂത്ത മോന്റെ വീട്ടിൽ പോയാന്നല്ലോ. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഒന്ന് പിടിച്ചേടത്. ആ പാപ്പ കൊണ്ടുവന്ന്. എനിക്ക് തോന്നുമ്പോ ഞാൻ വരും. എവിടെ പോവാ? പോയില്ലമ്മ. കണ്ണൂരിട്ടരുത് നീ. എന്താ ഞാൻ വരുവടാ. എന്റെ വീടാണെങ്കിൽ ഞാൻ വരികയും ചെയ്യുന്നത്. എന്റെ പ്രമാണം എടുത്ത് എന്റെ മൂത്ത മോന് കൊടുക്കണം. എന്താ പ്രമാണം എവിടെ ഇരിക്കുന്നു? പ്രമാണം എവിടെ ഇരിക്കുന്നു? അത് ഞാൻ അലമാരിയിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 4 കൂറസാരി അടിക്കി വെച്ച ഇടയ്ക്ക് കയറ്റി വെച്ചേക്ക. അതാ ഒരു അലമാരി. എനിക്ക് മനസ്സിലായി. നീ ആ പ്രമാണം എവിടോ കട്ട് മുടിച്ചു. നീ അതെടുത്തോട്ട് പോയി. നീ എവിടെ വിറ്റ്? നീ അത് ഇതിന്റെ സ്പോട്ട് പറഞ്ഞ ഞാൻ എവിടെല്ലാം തപ്പി. നേരത്തെ പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് എടുക്കത്തില്ലായിരുന്നു. മാർക്കടാ അങ്ങോട്ട്. മാറാ പെരും കള്ള അങ്ങോട്ട്. കള്ളാൻ തന്നെ വിളിച്ചക്കല്ലേ. സത്യം പറയാമല്ലോ, സ്വന്തം മോനാന്നേലും എനിക്ക് കിട്ടുന്ന പെൻഷൻ പൈസ ഇവൻ കട്ട് മുടിക്കുവനെ. ഒരിക്കലും ഞാൻ കട്ടെടുത്തില്ല. പൈസ ഞാൻ കട്ടെടുത്തിട്ടില്ല. എനിക്ക് കുറച്ച് പെൻഷൻ പൈസ കിട്ടും. അത് ഈ വീട്ടിലെ ചെലവ് മൊത്തം കഴിഞ്ഞിട്ട് മിച്ചമുള്ള പൈസ ഞാൻ കടുകപ്പൊടിയിലും മല്ലിയുടെ പാത്രത്തിലും മുളക് പൊടിയുടെ പാത്രത്തിലും തൊമരയുടെ പാത്രത്തിലൊക്കെ ഇട്ട് വെക്കും. ഈ കള്ളൻ അത് കട്ട് മുടിക്കുക. ഞാൻ അതിൽ നിന്നല്ല എടുത്തത്. പിന്നെ അമ്മച്ചോട്ടാക്കുന്ന സാമ്പാറിനകത്തൊന്നും എനിക്കത് കിട്ടിയത്. സാമ്പാറിനകത്ത് എന്റെ പൈസ എങ്ങനെ കിട്ടോടാ? ഇൻഗ്രീഡിയൻസ് കുറഞ്ഞു വരുമ്പോ നോക്കണമായിരുന്നു പൈസയുടെ വീഴുന്നുണ്ടെന്ന്. സാമ്പാറിനകത്ത് എന്റെ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ നീ അത് എന്റെ തിരിച്ചറിഞ്ഞമായിരുന്നു. എങ്ങനെ തിരിച്ചു തരും? അമ്മ ഉണ്ടാക്കുന്ന സാമ്പാറില്ലേ, അത് കുടിക്കാൻ ഓടി ഗോകരണത്ത് പോകും. ഇവിടെ പറയാനുള്ള നേരം കേട്ടോ. നീ തടവിടാ. ഈ വീട്ടിൽ കയറാൻ പറ്റത്തില്ല. എടാ നീയും കളഞ്ഞിട്ട് പോയ നിന്റെ തന്തയും വെച്ച വീടല്ലേ ഇത്? അറിയാമോ? കഷ്ടപ്പെട്ട് ഇവൻ 1.5 വയസ്സുള്ള പ്രായത്തില് ഇവരെ തന്ത ഇട്ടിട്ട് പോയി. ഞാൻ കഷ്ടപ്പെട്ട് ചള്ളയും മണ്ണും ചുമന്ന ഈ വീടുണ്ടാക്കിയത്. കഷ്ടപ്പെട്ട് ചള്ളയും മണ്ണും ചുമന്നുണ്ടാക്കാൻ അമ്മ എന്താ വേട്ടാവളിയാന്ന്? സോറി, വേട്ടാവളിച്ചിയാന്ന്. ഒറ്റ കുത്തു വന്നാട്ടല്ലോ. വേട്ടാവളിച്ചല്ലേ കുത്തുവേ. എന്റെ വീട്ടിലോട്ട് കയറാൻ എനിക്ക് നിന്റെ സമ്മതം വേണം. അങ്ങോട്ട് കയറില്ല. അങ്ങോട്ട് കയറി പോയല്ലേ. കയറാൻ പറ്റാത്ത അവിടെ ഒരുത്തിയോട്ടെന്ന്. നീ ഇപ്പൊ എന്താ പറഞ്ഞത്? ഒരുത്തി കല്ലിക്കാട്ടിലെ മുള്ളു പോലെ ഒരുത്തി. മോഹലാവയേ മോഹലാവയേ എന്നെ നാളെയേ എന്റെ ഇന്നലത്തെ അമ്മയ്ക്കേ ഓണനൗവേ മുന്നീന്ന് മാർക്കേ നാളെ എന്റെ പോയാലും വേണ്ട. ഇങ്ങോട്ട് നീ കേരളെന്ന് എന്തോ പറ്റിയടാ നിനക്ക്? എന്റെ ബോധം പോയതാ. ഈ ബോധം പോയവര് സംസാരിക്കുമോ? ഇതാ പറയുന്നത് നിനക്ക് ബോധമില്ലെന്ന്. ഇപ്പുറത്ത് നിന്നാ മതി. അങ്ങോട്ട് പോകണ്ട. അങ്ങോട്ട് പെടുത്തില്ല ഞാൻ. അങ്ങോട്ട് പെടുത്തില്ല ഞാൻ. അങ്ങോട്ട് പെടുത്തില്ല. ഓണാഘോഷം തുടങ്ങിയോ? കോളക്കാര നടക്കുന്നു ഇവിടെ. ഓണാഘോഷം നടത്തുന്നു. ചൈനയുടെ ആണോ? കയ്യിലൊട്ടത്തില്ല.
മക്കളെ ഞാൻ വിളിച്ചതാ. എന്തോ? ഈ നിൽക്കുന്ന മർദ്ദായോട് ചോദിക്കാം എന്തോ വിഷയമെന്ന്. എടാ ഗിരിജ വല്ലഭ എന്തോ വിഷയം? എടാ സമാധാനപ്രിയ, ഓ ആദ്യത്തെ എൻട്രിക്ക് നീ ഇവിടെ ഉണ്ടായിരുന്നില്ല, നിനക്കറിയാലോ സംഭവം എന്തുവാണ്? എന്തോ ഇവിടെ നീ ഒരു പെണ്ണിനെ വിളിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടില്ലേ? വിളിച്ചോണ്ട് പോടാ വീട്ടിൽ. പെണ്ണിനെ വിളിച്ചിട്ട് പറയാതെ വീട്ടിൽ പോയോ? നിങ്ങളുടെ അമ്മ കാണാൻ കയറിയ പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ നാളെ ആട്ടുകാലത്തെല്ലാം കൂടെ എന്നെ കാണാൻ വേണ്ടി വരും. എന്തിന്? അമ്മ എന്നെ കൊല്ലത്തില്ലയോ? ഞാൻ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. എന്തുവാടാ ഇത്? രണ്ടെണ്ണം എന്റെ കൺമുമ്പിലുണ്ട്, ശബ്ദം അങ്ങ് ദൂരെ കേൾക്കുന്നത്. എന്തോ ഫ്രീക്വൻസിയാണ് ആഫ്രിക്കന്മാരെ ഇത്. എന്തോ അത്? അല്ല എടാ പെണ്ണിനെ വിളിച്ചോണ്ട് പോടാ. എന്തുവാടാ നീ പറഞ്ഞേ? പെണ്ണിനെ വിളിച്ചോണ്ട് പോവാന്, പെണ്ണിനെ വിളിച്ചോണ്ട് പോവാന്. മക്കളെ മക്കളെ, ഇവൻ നീ പറഞ്ഞത് കേട്ടോ? പെണ്ണിനെ വിളിച്ചോണ്ട് ഗാനങ്ങൾ എപ്പോഴെങ്ങനെ തുടങ്ങുമോ? കീബോർഡ് ചെക്ക് ചെയ്യുന്നു. പെണ്ണിനെ വിളിച്ചോണ്ട് പോവാൻ പറയുന്ന ഞാൻ സ്വന്തം പെറ്റമ്മയില്ലയോ? എന്നെ കയറി പെണ്ണെന്ന് വിളിക്കാമോ? പ്രായം തോന്നത്തില്ല എന്റെ ചർമ്മം കണ്ട, എന്നാലും ഒരു പെറ്റമ്മയോ വിളിക്കാമോ? നീ പറഞ്ഞ് മനസ്സിലാക്കടാ. എന്തായാലും നീ ഒരു കാര്യം ചെയ്യ്. ഈ പെണ്ണിനെ വിളിച്ചോണ്ട് പോടാ. എന്റെ മനസ്സമാനം കിടത്തല്ലോ. അമ്മേ എന്തുവാ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവൻ ഇതൊക്കെ ഇങ്ങനെ കാണിക്കും, പക്ഷെ അമ്മ അതോർത്തൊന്നും പേടിക്കണ്ട. ഇവൻ ഇതുവരെ ഇത് കാണിച്ചിട്ടുമില്ല, എനിക്ക് മേടിച്ചു തന്നിട്ടുമില്ല. ഇതെന്തോ ഇത്? ഇത് ആർക്കാ ഇത്? അവക്കാട അമ്മയ്ക്ക് ഇഷ്ടമല്ല. അവക്കാട അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മയ്ക്ക് ഫ്രൂട്ടി അമ്മയ്ക്ക് വേണ്ടി മാറ്റാത്. അമ്മ ക്ഷീണിക്കുമല്ലോ വടക്കോട്ടാക്കി. നല്ല സ്നേഹമുണ്ട്. അടപ്പ് ഓർക്കുമ്പോ ടിഷ്യൂന്ന് സൗണ്ട് കേൾക്കുന്ന ജ്യൂസ് ഒന്നും കുടിക്കാൻ നിങ്ങൾക്ക് യോഗ്യത ആയിട്ടില്ല. ഇത് ഞങ്ങൾ കുടിച്ചിട്ട് ടിഷ്യൂ വെക്കണം. മര്യാദ പെണ്ണ പിടിച്ചോട്ടാ. പിന്നെ ട്രിക്കുണ്ട്. ഞങ്ങളുടെ അമ്മ ഈ ജ്യൂസ് കുടിച്ച് കറങ്ങി വിട്ടിരിക്കുന്ന സമയത്തെ നീ അകത്ത് കയറി പെണ്ണിനെ അടിച്ചോണ്ടങ്ങ് പോയിക്കോണം. കുറെ കൂടെ ഇറങ്ങാൻ വഴിവല്ലോ ഉണ്ടോ? കുറെ കൂടെ ഇറങ്ങാൻ വഴിയുണ്ടോ ഞങ്ങളുടെ വീട്ടില് ചേട്ടയ്ക്കകത്ത് വിടോ? ഒളിച്ചൊക്കെ ഇറങ്ങണം. അങ്ങനെയാണല്ലേ? ഞാൻ എന്തോ ചെയ്യൂടാ? ഞാൻ എന്താ ചെയ്യും? നിനക്ക് വേറെ വാങ്ങിച്ചു തരാം തീരുമാനം. എടാ ഇവിടെ മറ്റേ നീർക്കൊടിക്ക് ജ്യൂസ് കുടിക്കുന്നു. അമ്മ അകത്ത് കയറിപ്പോയെന്ന്. അമ്മ അകത്ത് എന്തുവാടാ ഇത്? എന്തുവാടാ പരിക്കകത്ത് കാണുന്നത്? എന്തുവാടാ നമ്മുടെ പരിക്കകത്ത് കാണുന്നത്? കയറിപ്പോയി. എന്തോ ഉണ്ട് കാണാൻ വേണ്ടി. എന്തുവാടാ അത്? അയ്യോ എടാ മക്കളെ, കണ്ട കഷ്ടപ്പെട്ട് രാവിലെ 5 മണിയായപ്പോ ഞാൻ എഴുന്നേറ്റ് 3 മണിക്ക് ഇവനോടുള്ള വഴക്കെല്ലാം തീർത്ത് ഉള്ളതെല്ലാം ഞാൻ വെച്ചോളുമ്പോ ഇവൻ തിന്നോട്ടെ തിന്ന് മുടിയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വെച്ചിട്ട് പോയതെല്ലാം അടുക്കള കഥ തുറന്നിട്ട് അപ്പുറത്തെ പൂച്ച വന്നെല്ലാ കട്ടോണ്ട് പോയി. ഞാനിത് എങ്ങനെ സഹിക്കാം? എന്റെ ദൈവമേ, ഞാനിത് എങ്ങനെ സഹിക്കാൻ വയ്യ എന്റെ ദൈവം. കാഴ്ച നഷ്ടപ്പെട്ട് എന്റെ വീട്ടിൽ കിടന്ന ചൂട്ടുമല്ലോ ഇവൻ വാരിയിട്ട് കത്തിച്ചോ. എന്തിനാ? നിനക്ക് മറ്റേത് മേടിച്ച് പിച്ചും പേയും പറയാനുള്ള പൈസ ഇല്ല. അമ്മ അമ്മ നമ്മളെ പേരക്കകത്ത് എന്തെങ്കിലും കണ്ടായിരുന്ന ഉള്ളതെല്ലാം പൂച്ച കൊണ്ടുപോയില്ലേ പറഞ്ഞത്? അതല്ലേ ഞാൻ പറഞ്ഞത്, പൂച്ച കൊണ്ടുപോയെന്ന്. പൂച്ചയുടെ കാര്യമല്ല, എടാ ആ പെണ്ണിനെ കാണുന്നില്ലടാ. ഏത് പെണ്ണ്? ഏത് പെണ്ണാന്ന് പറയടാ. അമ്മേ, ഞാനേ ഒരു പെണ്ണുമായിട്ട് ഭയങ്കര ഇഷ്ടത്തിലായിരുന്നേ. അപ്പൊ ഞാൻ അവളെ വിളിച്ചോണ്ട് വന്ന്. അപ്പൊ ഒരു ദിവസം ഇവിടെ താമസിച്ചിട്ടേ ഞങ്ങൾ നാളെ രാവിലെ അങ്ങ് പോകാൻ വേണ്ടിയായിരുന്നു. അപ്പൊ ഞാൻ അവളുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ചെന്നപ്പോ അവളെ കാണുന്നില്ല. എടാ ഒരെടുത്ത് മാത്രം എഴുതി വെച്ചേക്കൂടാ. എന്തോ അത്? എടാ പോങ്ങ, സ്നേഹിച്ച പെണ്ണിനെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി കാണിക്കാനും പോറ്റാനും പറ്റാത്ത നിന്റെ കൂടെ ഞാൻ ജീവിക്കുന്നില്ലടാ പടുമൂങ്ങേ. ഞാൻ പോവുകയാണ്. പോകുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല, ആ വീട്ടിലെ പല്ലിയും എലിയും പാറ്റയും അണ്ണാനും എല്ലാം എൻ്റെ കൂടെ വരുന്നു. ആ തള്ളയും മോനെ കൂടെ വിടരുത്, എന്തോ അലപ്പാടാ രണ്ടുവെന്ന്. പോയടാ, അവളെ ഇട്ടിട്ട് പോയെന്നെ. നീ വന്നേടാ. എന്താ? അയ്യോ, ഞാനല്ലല്ലോ തെറ്റിയത്. ഇവരല്ലേ പെണ്ണിനെ വിളിച്ചിട്ട് വന്നത്? എടാ ഏതോ വീട്ടിൽ കിടക്കുന്ന അവൻ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് നമ്മുടെ വീട്ടിലോട്ട് വന്ന്. ഇത്രയും കാലമായിട്ട് നിനക്കൊരു പെണ്ണിനെ ഈ വീട്ടിലോട്ട് വിളിച്ചോണ്ട് വരാൻ തോന്നിയോടാ മെഴുവ. അമ്മച്ചി, നാളെ ഞാൻ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വരട്ടാമേ. അപ്പൊ ഞാൻ അങ്ങോട്ട് പോകും. എന്നോട് വടക്കിട്ട് ചേട്ടന്റെ വീട്ടിൽ പോയി നിൽക്കാം അമ്മച്ചി. അതേടാ, തീർന്നടാ, മതി.